ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തേക്കനാൽ ശ്രീഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അമ്പലത്തിൽ 3 ദിവസമാണ് ഉത്സവം. അങ്ങനെ ഇത് 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. ഇത് നമ്മളെ അമ്പലത്തിൽ ഇത് സന്ധ്യയ്ക്ക് എടുത്ത വീഡിയോ ആണ്. നമ്മളെ അമ്പലത്തിൽ ഞാനും അങ്ങടെ അമ്മായിയും കൂടെയാണ് അമ്പലത്തിൽ പോയത്. അപ്പോൾ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ അമ്പലത്തിൽ താലമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതോ വീട്ടുകാരുടെ നേർച്ചത്താലം വരുന്നത്. അപ്പോൾ താലമൊക്കെ കണ്ട് താലം വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അമ്പലത്തിൽ ദീപാരാധനയൊക്കെ തൊഴുത് കഴിഞ്ഞിട്ടാണ് ഇവിടെ അതിൻ്റെ കളവെഴുത്തും പാട്ടും ഉണ്ടായിരുന്നു. അപ്പം അഷ്ടഭുജ ഭദ്രകാളി ദേവിയുടെ കളവെഴുത്തും പാട്ടുമായിരുന്നു. അപ്പം തിരുമേനി പറഞ്ഞത് ഇത് വള്ളിയങ്കാവ് അമ്പലത്തിലും മാത്രമാണിതിങ്ങനെ അഷ്ടഭുജ ഭദ്രകാളി ദേവിയുടെ കളവെഴുത്തും പാട്ടും വെക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഇത് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ അഷ്ടഭുജ ഭദ്രകാളി ദേവിയുടെ കളവെഴുത്തും പാട്ടും വെച്ചിരുന്നത്. അപ്പോൾ അതൊന്ന് കണ്ട് തൊഴാനായിട്ടാണ് നമ്മളും വന്നത്. അപ്പോൾ തിരുമേനി വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു എല്ലാവർക്കും ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കേണ്ടവർക്ക് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ ആദ്യം എടുത്തു. അത് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ കളവെഴുത്ത് അതിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ലൈറ്റൊക്കെ ഓണാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കളം മായ്ക്കുന്ന ചടങ്ങായിരുന്നു. അങ്ങനെ ഇതിങ്ങനെ കളമൊക്കെ മായ്ച്ചു. എന്നിട്ട് ആ ദേവീനെ ആ വരച്ചിരുന്ന ഇതിൻ്റെ ഈ പൊടികളൊക്കെ ഇല്ലേ, ഇതാണ് നമുക്ക് അവിടുന്ന് പ്രസാദമായിട്ട് അവർ ഇതിൻ്റെ ഇത് കഴിയുമ്പോൾ നമുക്ക് തരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നപ്പോഴത്തേക്കിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പൊങ്കാലയായിരുന്നു അമ്പലത്തിലെ 3ാമത്തെ ദിവസം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താന്ന് പറഞ്ഞാലും പൊങ്കാലയ്ക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഒത്തിരി താമസിച്ച് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കിന് എല്ലാവരും പൊങ്കാലയ്ക്കുള്ള അടുപ്പും കലവും ഒക്കെ എടുത്തു വെച്ച് ഗണപതിക്കൊക്കെ ഒരുക്കി വെച്ച് വിളക്കൊക്കെ കത്തിക്കാനായിട്ട് എല്ലാവരും റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നേ. നമ്മളവിടെ ചെന്നപ്പോൾ താമസിച്ച് പോയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. പെട്ടെന്ന് വെപ്രാളം കയറിയിട്ട് എന്തോ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പം എൻ്റെ തൊട്ടടുത്ത് അപ്പുറം ഇരുന്ന ആ ചേച്ചിമാർ പറഞ്ഞു പെട്ടെന്ന് ഗണപതിക്കൊക്കെ ഉള്ളത് എടുത്തു വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗണപതിക്കുള്ളതൊക്കെ ഒരുക്കി വെക്കാനായിട്ടൊക്കെ എടുത്തു. വിളക്ക് കത്തിക്കാനും ഒക്കെ എടുത്തു വെച്ച സമയത്ത് ബ്രൂവിൻ്റെണ്ണ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബ്രൂവിൻ്റെണ്ണ എളുപ്പം തന്നെ പോയി അടുപ്പ് കൂട്ടാനുള്ള ഇഷ്ടികയും കലവും ഒക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഈ പൊങ്കാല ഇടുന്നതിന് നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു അച്ഛൻ അവിടെ ഒരു കസേര ഇട്ട് അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. ആ അച്ഛനാണ് എന്നോട് മോളെ ഇഷ്ടിക അങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും നേരെ വെക്കുന്നത് വെച്ചാൽ ഇത് പിന്നെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും നമ്മൾ തൊടത്തില്ല, നമ്മൾ ആ കല്ലൊന്നും ഇളക്കത്തില്ല. അങ്ങനെ അതുകൊണ്ട് അതെല്ലാം നേരെ എളുപ്പം അങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും അതൊക്കെ എടുത്ത് വെക്കുന്നൊക്കെ എന്നോട് ഇങ്ങനെ ഓരോന്ന് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുത്ത് വെച്ച് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളുടെ അമ്മായി ഞങ്ങൾ ആൻറ്റി തന്നെ ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റിയും അമ്മൂസ് നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ട്, അമ്മൂസും ആൻറ്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആൻറ്റിയാണ് എനിക്കെല്ലാം പറഞ്ഞത്. എപ്പോഴും പൊങ്കാലയൊക്കെ മിക്കവാറും അമ്പലങ്ങൾ ഇവിടെ അടുത്ത് നമ്മുടെ അമ്പലത്തിലൊക്കെ ഇടുമെങ്കിലും എപ്പോൾ ഇട്ടാലും എനിക്കിങ്ങനെ ടെൻഷൻ എന്താ ചെയ്യേണ്ടത് ഏത് ആദ്യം ചെയ്യേണ്ടതെന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഇത് പൊങ്കാല അടുപ്പൊക്കെ തിരുമേനിമാർ അവർ വന്ന് നമുക്ക് ഇതൊക്കെ കത്തിച്ച് തന്നു. നിലവിളക്കും കത്തിച്ചു അടുപ്പും കത്തിച്ചൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ഇത് തുടങ്ങി. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളയ്ക്കാറായപ്പോഴത്തേക്കും നമ്മൾ അരിയൊക്കെ ഇടുവാണ്. അരിയൊക്കെ ഇട്ടു. പക്ഷേ ഭയങ്കര പുകയാണ്. പക്ഷേ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി എല്ലാവരും അപ്പുറത്തോട്ട് മാറി ഞാനൊരു ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങിയാണ് പൊങ്കാല ഇട്ടത്. ലാസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങേറ്റ പണിയാൻ വന്നത്. അപ്പം പുക എപ്പോഴത്തേക്കാട്ടിലും പുക നല്ല കുറവുണ്ടായിരുന്നു. എന്നാലും എനിക്ക് പുക ഒട്ടും സഹിക്കാൻ പറ്റില്ല. പിന്നെ പ്രിയഞ്ചേട്ടനാണ് കൂടുതലും എനിക്ക് ഇതിൻ്റെ അടുപ്പൊക്കെ കൊതുമ്പൊക്കെ വെച്ച് അടുപ്പ് കത്തിച്ചൊക്കെ തന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് പെട്ടെന്ന് തന്നെ ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ അപ്പുറം ഉണ്ടായിരുന്ന ചേച്ചിയൊക്കെ ചോദിക്കുവാണ് അരി ഇട്ടോന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊങ്കാല തിളയ്ക്കാറായെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ വെള്ളം ചൂടായി വരുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ കണ്ടോ ഭയങ്കര പുകയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ശകലം പുക അടിക്കുമ്പോഴത്തേക്ക് കണ്ണു നീറിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ പൊങ്കാലയൊക്കെ എല്ലാം ഇതായി അരിയൊക്കെ ഏകദേശമൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കിന് ഞാനിങ്ങനെ ആൻറ്റിയോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തേങ്ങ ഇടട്ടെ, ശർക്കര ഇടട്ടെ, തേങ്ങ ഇടട്ടെ, പഴം ഇടട്ടെ, അതൊക്കെ എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ആൻറ്റി എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നേ. അപ്പം എന്തുകൊണ്ട് അവിടെ ഒരു കുഞ്ഞുണ്ട്, അപ്പുറത്തെ ചേച്ചിയുടെ മോളാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കുഞ്ഞുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയാണ്.
അവർ അരിയിടുന്നതും അവരുടെ പൊങ്കാല തിളയ്ക്കുന്നതും ഒക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ അമ്മൂസ് വന്ന് എനിക്ക് തന്നെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പൊങ്കാല തണ്ട് തിളച്ച് റെഡിയായിട്ട് തൂകാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടേക്കണേ, ഷോർട്സ് വീഡിയോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3-ാമത്തെ ദിവസമാണല്ലോ പൊങ്കാല. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് അമ്പലത്തിൽ അന്നദാനമൊക്കെ ഉണ്ട്. 3 ദിവസം ഉണ്ടായിരുന്നു. ഇത് കഴിയുമ്പോൾ മഹാപ്രസാദ കൂട്ടാണ്. അപ്പം നമ്മൾ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ സാധനങ്ങൾ, ഇത് പൊങ്കാല ഇട്ടതെല്ലാം എടുത്ത് ഇതെല്ലാം മാറ്റി നമ്മൾ പൂജേണ്ട ഇതെല്ലാം തിരിച്ച് വീട്ടിൽ കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ പിന്നെ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നട അടച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ അന്നദാനമൊക്കെ തുടങ്ങിയത്. അങ്ങനെ നമ്മളതിനെല്ലാം പങ്കെടുത്തപ്പം ഇത് കണ്ടു. പൊങ്കാല പക്ഷേ ഇപ്രാവശ്യം കുറവായിരുന്നേ, ഒത്തിരി ആളില്ലായിരുന്നു. ഇപ്രാവശ്യം തീരെ കുറവായിരുന്നു. എന്നാലും കുറച്ച് പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളും പൊങ്കാലയൊക്കെ ഇട്ടു എല്ലാം റെഡിയായിട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുന്ന് തിരുമേനിയൊക്കെ വന്ന് നമുക്കിതെല്ലാം പ്രസാദമൊക്കെ തളിച്ച് തന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിതെല്ലാം എടുക്കേണ്ടത്. ഞങ്ങളവിടെ നിന്ന് പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഇത് നമ്മുടെ പൊങ്കാലക്കലമൊക്കെ വാഴയിലയും തവിയൊക്കെ വെച്ച് നമ്മൾ മൂടി കുറച്ച് നേരം അങ്ങോട്ട് മാറുന്നത്. അപ്പോൾ ഗിരിജാമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതെൻ്റെ കണ്ടോ എൻ്റെ പൊങ്കാലയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ അച്ഛനാണ് എനിക്കെല്ലാം പറഞ്ഞു തന്നത് കേട്ടോ. നമ്മുടെ പൊങ്കാലയ്ക്കകത്താണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. പിന്നെ അപ്പോൾ അവരെല്ലാവരും വന്ന് പൊങ്കാല നല്ലതായിട്ട് വറ്റിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ഒരുവിധം വറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനങ്ങ് അടച്ചു വെച്ചേ. ഒത്തിരി അങ്ങോട്ട് ഇതാക്കി എടുക്കാൻ പോയില്ല. പിന്നെ തിരുമേനിമാരുണ്ട് അവിടുന്നത് പൊങ്കാല സമർപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. ദേവിയൊക്കെ ആയിട്ട് അവർ വരുവാണ്. അപ്പം ഞാനോർത്ത് ആ അറ്റത്തു നിന്നായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ അവർ നമ്മുടെ ഈ അറ്റത്തു നിന്നാണ് പൊങ്കാല സമർപ്പിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തിരുമേനി പറയുന്നുണ്ട് ആ വാഴയിലയും തവിയൊക്കെ എടുത്ത് മാറ്റി വെക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റി എളുപ്പം തന്നെ നമ്മുടെ പൊങ്കാല അടുപ്പിൽ കർപ്പൂരമൊക്കെ വെച്ചിരുന്നത് അതെല്ലാം എളുപ്പം തന്നെ ഞാൻ കത്തിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ദേവിയായിട്ട് വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഇത് കണ്ട് തിരുമേനി അതെല്ലാം പൊങ്കാല ഇത് തളിച്ച് നമ്മുടെ പൊങ്കാല എല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. പിന്നെ നമുക്ക് എളുപ്പം തന്നെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതെല്ലാം നമുക്കത് അവിടുന്ന് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം എടുത്ത് നമ്മൾ മാറ്റിയൊക്കെ വെച്ചു. പിന്നെ കൊതുമ്പൊക്കെ ആണെങ്കിലും കൊണ്ടുപോയത് ഒത്തിരി മിച്ചം ഉണ്ടായിരുന്നു. നമ്മളിവിടെ പറയുന്നത് കൊതുമ്പ് നമ്മൾ അമ്പലത്തിലൊക്കെ പൊങ്കാലയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോരരുതെന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ പൊങ്കാലയുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ.